പ്രിയ സജ്ജനങ്ങളെ, സാദരനമസ്കാരം. മഹാഭാരതം കഥ തുടരുകയാണ്. കൗരവ മഹാരഥന്മാരെല്ലാം അർജുനനോട് പൊരുതിയെങ്കിലും പാർത്ഥന്റെ ശരജാലങ്ങൾ കൊണ്ട് ആ മഹാരഥന്മാരെല്ലാം യുദ്ധക്കളത്തിൽ നിന്നും വീണു മരിക്കുകയും ബാക്കിയുള്ളവർ ഓടിയൊളിക്കുകയും ചെയ്തു. ശരത്കാല സൂര്യനെപ്പോലെ പാർത്ഥൻ വിളങ്ങി. ശംഖധ്വനികളും ഗജങ്ങളുടെ ശബ്ദങ്ങളും അശ്വങ്ങളുടെ ആരവവും എല്ലാം കൂടി മഹാകോലാഹലമായി. മൃതദേഹങ്ങൾ കൊണ്ട് പോർക്കളം മൂടി. അനേകം ഗജങ്ങളും അശ്വങ്ങളും ചത്തുമലച്ചു കിടക്കുന്നു. യോദ്ധാക്കളുടെ അറ്റുവീഴുന്ന ശിരസുകൾക്കൊപ്പം തലപ്പാവും കുണ്ഠലവും പൊന്മാലയും ചിന്നിച്ചിതറി ശോഭിക്കുന്നു. 13 വർഷം മറവിൽ പാർത്ത അർജുനൻ, കുരുവംശ മഹാവീരനായ പാണ്ഡവൻ, വിജയിയായ യുദ്ധക്കളത്തിൽ ചുറ്റി സഞ്ചരിച്ചു. പോർക്കളത്തിൽ കൊഴുപ്പും മേധസ്സും ചേർന്ന രക്തപ്രവാഹം മരണപ്പുഴയായി കാണികൾക്ക് ഭീകര ദൃശ്യം സൃഷ്ടിച്ചു. എത്രയെത്ര കൗരവ യോദ്ധാക്കളാണ് നിത്യശാന്തി പ്രാപിച്ചത്. വീണ്ടും ദുര്യോധന ദുശാസനാദികളും ദ്രോണരും ദ്രൗണിയും കർണനും കൃപരും എല്ലാവരും ഒത്തുചേർന്ന് അർജുനനെ ആർത്തു വിളിച്ചുകൊണ്ട് വളഞ്ഞു. വാനരധ്വജനായ അർജുനൻ അവരോടെല്ലാം ഒരേ സമയം എതിർത്തു. പക്ഷേ ആ മഹാരഥന്മാർ അസംഖ്യം ബാണങ്ങളെയ്ത് പാർത്ഥനെ അനങ്ങാൻ കഴിയാത്ത മട്ടിലാക്കി. പാർത്ഥന്റെ ശരീരം മുഴുവൻ അമ്പേറ്റപ്പോൾ അർജുനൻ ഐന്ദ്രാസ്ത്രമെടുത്ത് ഗാണ്ഡീവത്തിൽ തൊടുത്ത് കുരുക്കളെയൊക്കെ മൂടി. ഗാണ്ഡീവം 10 ദിക്കും ചിന്നി മിന്നിയപ്പോൾ ആന, തേർ, കുതിരക്കൂട്ടമെല്ലാം ബോധം ശൂന്യമായതുപോലെയായി. യോദ്ധാക്കളെല്ലാം ചൈതന്യം കെട്ട് യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് കണ്ട ദിക്കിലേക്കോടി രക്ഷപ്പെട്ടു. ശന്തനുപുത്രനായ ഭീഷ്മൻ അർജുനന്റെ ശത്രു സംഹാരം അസഹ്യമായപ്പോൾ വെൺകൊറ്റ കുടയോടുകൂടിയ രഥത്തിൽ വന്ന് അർജുനനെ തടഞ്ഞു. ഭീഷ്മൻ ശംഖ് വിളിച്ച് പാർത്ഥന്റെ കൊടിമേൽ 8 അമ്പ് പ്രയോഗിച്ചു. ആ ബാണങ്ങളൊക്കെ ധ്വജത്തിൽ ജ്വലിക്കുന്ന വാനരന്മേലും ഭൂതഗണത്തിന്മേലും പതിച്ചു. തൽക്ഷണം അർജുനൻ കത്തിയമ്പെടുത്ത് ഭീഷ്മന്റെ കൊടി, രഥാശ്വങ്ങൾ, സൂതൻ എല്ലാത്തിനെയും എയ്തു വീഴ്ത്തി. പാർത്ഥന്റെ യുദ്ധപാടവം ശരിക്കും ഗ്രഹിക്കുന്നവനാണ് ഭീഷ്മനെങ്കിലും അവന്റെ ഈ സാഹസം സഹിക്കാതെ വിജയനിൽ മഹാദിവ്യാസ്ത്രങ്ങൾ തൂകി. പാർത്ഥനും ദിവ്യാസ്ത്രങ്ങൾ കൊണ്ട് ഭീഷ്മനെ എതിരിട്ടു. ഭീഷ്മാർജുന യുദ്ധം കോളിളക്കം സൃഷ്ടിച്ചു. ഭീഷ്മന്റെ ശരജാലങ്ങൾ ശകലങ്ങളായി അറ്റ് പാർത്ഥന്റെ തേർത്തട്ടിലേക്കു തന്നെ തകർന്നു വീണു. 2 പേരുടെയും കൂർത്തുമൂർത്ത ശരങ്ങൾ ഏറ്റുമുട്ടി തകർന്നു വീണുകൊണ്ടിരുന്നു. ശന്തനുപുത്രനായ ഭീഷ്മനും ദേവകീസുതനായ കൃഷ്ണനും ആചാര്യശ്രേഷ്ഠനായ ദ്രോണനുമൊഴികെ പാർത്ഥനോട് എതിരിടാൻ വേറെ ആരുണ്ടെന്ന് കണ്ട് നിൽക്കുന്നവരൊക്കെ പ്രശംസിച്ചു. അമാനുഷികനായ യുദ്ധവീര്യം പ്രകടിപ്പിക്കുന്ന ഭീഷ്മ അർജുനന്മാരെ കാണികൾ അഭിനന്ദന ശബ്ദങ്ങൾ കൊണ്ട് ഉത്സാഹിപ്പിച്ചു കൊണ്ടിരുന്നു. സർവജ്ഞന്മാരായ ഭീഷ്മ അർജുനന്മാരുടെ യുദ്ധം അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് തുടർന്നു. തീഷ്ണബാണപ്രയോഗത്താൽ എത്രയോ യോദ്ധാക്കളാണ് മരിച്ചു വീണത്. അവർ എയ്തുവിട്ട ദിവ്യാസ്ത്രങ്ങൾ കണ്ട് ഗന്ധർവ സത്തമനായ ചിത്രസേനൻ ദേവേന്ദ്രനോട് ഭീഷ്മാർജുനന്മാരെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, മനുഷ്യൻ ഇപ്രകാരമുള്ള അസ്ത്രപ്രയോഗ ചാതുര്യം കാണിക്കുവാൻ ശക്തരല്ല. ഈ യുദ്ധം പരമാത്ഭുതം തന്നെ. ഇന്ദ്രപുത്രനായ അർജുനനും ഗംഗാപുത്രനായ ഭീഷ്മനും ഉഗ്രപ്രതാപികളും തുല്യകർമാക്കളും ദുർജയരുമാണ്. ഇന്ദ്രൻ ഭീഷ്മാർജുന രണത്തെ പൂജിക്കുകയും പുഷ്പം വർഷിക്കുകയും ചെയ്തു. അർജുനന്റെ ഇടത്തെ പള്ളിക്ക് ഭീഷ്മനെയ്ത അമ്പിനെ അർജുനൻ മുറിച്ച് 10 ശരങ്ങൾ ഭീഷ്മന്റെ മാർത്തട്ടിലേക്ക് ആഞ്ഞെയ്തു. അപ്പോൾ അസഹ്യമായ അവശതയാൽ ഗംഗാപുത്രന്റെ ബോധം ക്ഷയിച്ചു. ഉപദേശമനുസരിച്ച് ഭീഷ്മനെ യോദ്ധാക്കൾ പടക്കളത്തിൽ നിന്നും കൊണ്ടുപോയി. പിന്നീട് ദുര്യോധനും പാർത്ഥനും പരസ്പരം എതിർത്തുകൊണ്ടുള്ള യുദ്ധമാണ് നടന്നത്. ദുര്യോധനൻ വലിച്ചുവിട്ട അമ്പേറ്റ് അർജുനന്റെ നെറ്റിത്തടം പിളർന്ന് ചുടുരക്തം ചാടി. പക്ഷേ അർജുനൻ വിഷാഗ്നിക്കൊത്ത ശരങ്ങളാണ് രാജാവിന്റെ നേർക്ക് വിട്ടത്. തത്സമയം വികർണനും ആനപ്പുറത്ത് കയറി അർജുനനോട് എതിർത്തു.
പാർത്ഥൻ തീഷ്ണമായ ഒരു ഇരുമ്പ് ബാണം കൊണ്ട് കൊമ്പനാനയെ ഭൂമിയിൽ വീഴ്ത്തി വികർണനെ യുദ്ധക്കളത്തിൽ നിന്നും ഓടിച്ചു. വജ്രതുല്യനായ വലിയ ഒരമ്പ് കൊണ്ട് ആനയെ വലിച്ചു നീക്കിയതിനു ശേഷം അർജുനൻ മറ്റൊരമ്പ് കൊണ്ട് ദുര്യോധനന്റെ മാറിടം കീറി. മറ്റു മാർഗമില്ലാതെ ദുര്യോധനം കൂട്ടരും ഓടി രക്ഷപ്പെട്ടു. യുദ്ധക്കളത്തിൽ നിന്നുള്ള യോദ്ധാക്കളുടെ കൂട്ടയോട്ടം അത്ഭുതാവഹമായിരുന്നു. ദുര്യോധനൻ രക്തമൊലിപ്പിച്ചോടുമ്പോൾ കിരീടി കൈകൊട്ടി ആ രാജാവിനെ പോരിന് വിളിച്ചു. അർജുനൻ വെല്ലുവിളിച്ചു, ദുര്യോധന, നിന്റെ കീർത്തിയും യശസ്സും ഭേരീനാദവും എല്ലാം എവിടെ പോയി? നീ മൂലം യുധിഷ്ഠിരാധികളായ ഞങ്ങൾക്ക് രാജ്യം വിട്ടുപോകേണ്ടി വന്നു. ഭവാൻ ഒന്ന് തിരിഞ്ഞു നോക്കൂ ദുര്യോധന, നിനക്കിട്ട ഈ പേര് പാഴിലായില്ലല്ലോ. ആരാണ് ഈ പേര് നൽകിയത്? യുദ്ധക്കളത്തിൽ നിന്നും പേടിച്ചോടുന്ന നിന്നിൽ ദുര്യോധനത്വം ഒന്നും കാണുന്നില്ലല്ലോ. ജീവനിൽ കൊതിയോടെ തിരിഞ്ഞു നോക്കാതെ ഓടിക്കൊള്ളൂ, എന്നാലേ ഈ പാണ്ഡവനിൽ നിന്ന് നിനക്ക് രക്ഷയുള്ളൂ. അർജുനന്റെ പരിഹാസം പൊറുക്കുവാൻ കഴിയാതെ ദുര്യോധനൻ നിന്ദാവാക്കുകളാകുന്ന അങ്കുശത്തിൽ വലിക്കപ്പെട്ട് ആനയെപ്പോലെ, ചവിട്ടേറ്റ സർപ്പത്തെപ്പോലെ വീണ്ടും ചീറി രഥവുമായി തിരിച്ചു വന്നു. അമ്പേറ്റ് വിവശനായിരിക്കുന്ന കർണനും ഭീഷ്മനും ദ്രോണനും കൃപനും ദുശാസനുമെല്ലാം അർജുനനെ ചുറ്റുമായി വളഞ്ഞു. നിമിഷങ്ങൾക്കകം ഗാന്ധീവം ദിവ്യാസ്ത്രങ്ങൾ കൊണ്ട് ശത്രുക്കൾക്ക് വ്യഥയുണ്ടാക്കി. അർജുനന്റെ ശംഖധ്വനി കേട്ടതും സകല വീരന്മാരുടെയും കൈകളിൽ നിന്ന് വില്ലുകൾ താഴെ വീണു. ബോധമില്ലാതെ മയങ്ങി നിൽക്കുന്ന യോദ്ധാക്കളെ കണ്ടപ്പോൾ കൗരവരെ ജയിച്ച് നല്ല മൃദുമോഹന വസ്ത്രങ്ങൾ കൊണ്ടുവരണമെന്ന ഉത്തരയുടെ വാക്കുകൾ ഓർമ്മിച്ച് അർജുനൻ ഉത്തരനെ തേരിൽ നിന്നും ഇറക്കുവാൻ പ്രേരിപ്പിച്ചു. ദ്രോണന്റെ ശുഭ്രവസ്ത്രം, കർണന്റെ മഞ്ഞ നിറത്തിലുള്ള മനോജ്ഞ വസ്ത്രം, ദുര്യോധന്റെയും ദ്രൗണിയുടെയും നീല പട്ടാമ്പരം എല്ലാം ഉടൻ അഴിച്ചെടുക്കണം. ഭീഷ്മർക്ക് ഇപ്പോഴും ബോധമുണ്ടായിരിക്കും. അദ്ദേഹത്തിന് ബോധം മറയുകയില്ല. ദിവ്യാസ്ത്രത്തെക്കുറിച്ചുള്ള ജ്ഞാനം അദ്ദേഹത്തിനുണ്ടായിരിക്കും. അദ്ദേഹത്തിന്റെ രഥത്തെ ഇടത്തു വെച്ചുകൊണ്ടുവേണം നീ മുന്നോട്ട് കൊണ്ടുപോവാൻ. അർജുനന്റെ നിർദ്ദേശമനുസരിച്ച് വിരാട രാജകുമാരൻ രഥത്തിൽ നിന്നിറങ്ങി മഹാരഥന്മാരുടെ ഭംഗിയേറിയതും പൊൻകസവാർന്നതുമായ വസ്ത്രങ്ങളൊക്കെ അഴിച്ചെടുത്ത് തേർത്തട്ടിലെത്തി. വീണ്ടും പാർത്ഥൻ പോർക്കള മധ്യത്തിലെത്തിയപ്പോൾ ഭീഷ്മൻ ശരങ്ങൾ തൂകി. പാർത്ഥൻ ഭീഷ്മന്റെ കുതിരകളെ കൊന്ന് 10 ശരങ്ങളെയ്തു. പക്ഷേ ഭീഷ്മനെയും തന്നെയും വിട്ട് പലരെയും പരാജിതനാക്കി യുദ്ധം നിർത്തിയത് കണ്ട് ദുര്യോധനൻ ആശ്ചര്യം പ്രകടിപ്പിച്ചു. എന്താണ് അവൻ നിങ്ങളെയൊക്കെ വിട്ടുപോയത്? അവനെ വിടരുത്, കയറി ആക്രമിക്കുവിൻ. ദുര്യോധനന്റെ വീരവാദം കേട്ട് ഭീഷ്മൻ ചിരിച്ചുകൊണ്ട് അവന് ബോധം പകർന്നു. ഇത്രയും നേരം അമ്പും വില്ലുമില്ലാതെ യുദ്ധക്കളത്തിൽ മയങ്ങിയിരിക്കുകയായിരുന്നു നിങ്ങൾ. വിജയൻ ധർമ്മിഷ്ഠനായതുകൊണ്ട് അവൻ നിങ്ങളെ കൊല്ലാതെ വിട്ടു. ത്രിലോകങ്ങളെ ലഭിച്ചാലും പാർത്ഥൻ ധർമ്മം കൈവിടിയുകയില്ല, പാപകർമ്മം ചെയ്യുകയില്ല. ഉണ്ണി, മോഹം കൊണ്ട് അർത്ഥനാശം വരുത്താതെ കഴിയുന്നത്ര വേഗം സ്വഗൃഹത്തിലേക്ക് മടങ്ങിപ്പോവുക. ഭീഷ്മോപദേശത്താൽ സ്വബോധം വീണ്ടെടുത്ത ദുര്യോധനാദികൾ സ്ഥലം വിടുവാൻ തീർച്ചയാക്കി. പാർത്ഥനാകട്ടെ യാത്രയ്ക്കൊരുങ്ങുന്ന കുരുവീരന്മാരെ കണ്ട് ചിരിച്ചു. മുത്തച്ഛനായ ഭീഷ്മനെയും ദ്രോണാചാര്യയും ശിരസ്സു കുനിച്ച് വന്ദിച്ചതിനു ശേഷം ദ്രൗണി, കൃപൻ എന്നിവരെല്ലാം അമ്പുകൊണ്ട് അഭിവാദ്യം ചെയ്തു. ദുര്യോധനന്റെ മണിരത്ന വിചിത്രമായ കിരീടം അമ്പെയ്ത് തകർത്ത് വീഴ്ത്തിയതുകൊണ്ടാണ് അർജുനൻ അവനെ അഭിവാദ്യം ചെയ്തത്. ഉത്തരനോട് ഗാണ്ഡീവ ഘോഷം മുഴക്കി ദേവദത്തമെന്ന ശംഖ് വിളിച്ച് അർജുനൻ പശുക്കളുമായി വിരാട രാജപുരിയിലേക്ക് തിരിച്ചു. ദേവന്മാർ കൗരവ പാർത്ഥ യുദ്ധത്തിൽ പാർത്ഥന്റെ അത്ഭുത കർമ്മ ചൈതന്യങ്ങളെയും വീര്യത്തെയും വിജയത്തെയും അഭിനന്ദിച്ച് ദേവലോകത്തേക്ക് മടങ്ങിപ്പോയി. സജ്ജനങ്ങളെ, വില്ലാളി വീരനായ അർജുനൻ ഒരേ സമയം ഭീഷ്മദ്രോണാദികളെയും കർണനെയും ദുര്യോധനെയും ദുശാസനടക്കമുള്ള സകല മഹാരഥന്മാരെയും അനായാസേന തോൽപ്പിച്ചിരിക്കുന്നു. തൻ്റെ അസ്ത്രവൈഭവം കൊണ്ട് ആ ഇന്ദ്രപുത്രൻ സമസ്ത ലോകത്തെയും അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു. മഹാഭാരതത്തിലെ അത്യന്തം വൈകാരികമായ ഒരു കഥാസന്ദർഭമാണ് ഈ യുദ്ധം. ഓം നമോ ഭഗവതേ വാസുദേവായ. നന്ദി, നമസ്കാരം.
വന്ദേ മാതരം.